വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തിരക്കിട്ട വിജയാഘോഷ ഒരുക്കങ്ങളിലേക്ക് കടന്ന് മുന്നണി പ്രവർത്തകർ. തിരൂരിൽ ഇരുമുന്നണികളും കനത്ത വിജയപ്രതീക്ഷയിലായതിനാൽ രണ്ടു കൂട്ടരും അണിയറയിൽ ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തു വരികയാണ്. താനൂരിൽ ലീഗ് കോട്ടകൾ വൻ ആഘോഷ പരിപാടികൾക്കാണ് തയ്യാറെടുക്കുന്നത്. തിരൂർ, താനൂർ, കോട്ടക്കൽ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ് നടക്കുക. വോട്ടെണ്ണൽ ദിനം അടുത്തെത്തിയതോടെ മുന്നണി കേന്ദ്രങ്ങളിൽ ചങ്കിടിപ്പും ശക്തമാണ്. മന്ത്രിയും സിറ്റിംഗ് MLAയും നേർക്കുനേർ മത്സരിച്ച സംസ്ഥാനത്തെ ഏക നിയമസഭാ മണ്ഡലമായ തിരൂരിൽ ഇരുമുന്നണികളും വിജയം ഉറപ്പെന്ന് അവകാശപ്പെടുന്നുണ്ട്. മന്ത്രി വി അബ്ദുറഹ്മാൻ 1000-നും 4000-നും ഇടയിലുള്ള ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ കണക്കുകൂട്ടൽ. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നേതൃത്വം വിജയപ്രതീക്ഷ പുലർത്തുന്നില്ലെങ്കിലും മന്ത്രി അബ്ദുറഹ്മാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വിജയം സുനിശ്ചിതമെന്ന നിലയിലാണുള്ളത്. മികച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ അബ്ദുറഹ്മാൻ മണ്ഡലത്തിലുണ്ടാക്കിയ തരംഗം വൻ മാറ്റം സൃഷ്ടിച്ചതായും അട്ടിമറി വിജയം ഉറപ്പെന്നുമാണ് അവരുടെ വിലയിരുത്തൽ. തിരൂർ നഗരസഭയിലും തലക്കാട്, വെട്ടം, തിരുനാവായ, വളവന്നൂർ പഞ്ചായത്തുകളിലും ഭൂരിപക്ഷം അബ്ദുറഹ്മാനക്കാകുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. ആദവനാട്, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിലെ ലീഗ് ഭൂരിപക്ഷത്തിൽ ഇടിവ് സൃഷ്ടിച്ചതായും അവർ പറയുന്നു. എന്നാൽ മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തങ്ങൾക്കൊപ്പമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ അവസാന കണക്ക്. 10,000 മുതൽ 1,00,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷം കുറുക്കോളി മൊയ്തീന് ലഭിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. തിരൂർ നഗരസഭ, തിരുനാവായ, ആദവനാട്, കൽപ്പകഞ്ചേരി പഞ്ചായത്തുകളിൽ റെക്കോർഡ് ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. വെട്ടം, തലക്കാട്, വളവന്നൂർ പഞ്ചായത്തുകളിലും മുന്നിലെത്തുമെന്ന് കരുതുന്നു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പ്രതീക്ഷിച്ച ലീഡ് ലഭിച്ചാൽ ഭൂരിപക്ഷം 1,00,000 വരെ ഉയരുമെന്നാണ് UDF വൃത്തങ്ങൾ പറയുന്നത്. താനൂരിൽ ലീഗ് വിജയം ഉറപ്പിച്ച മട്ടിലാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുണ്ടായ അനിശ്ചിതത്വവും മറ്റും താനൂരിൽ CPM-ന് കനത്ത തിരിച്ചടിയായിരുന്നു. MSF നേതാവ് PK നവാസാണ് താനൂരിലെ UDF സ്ഥാനാർത്ഥി. തിരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ UDF കേന്ദ്രങ്ങൾ വിജയം ഉറപ്പിച്ച നിലയിലാണുള്ളത്. പല കേന്ദ്രങ്ങളിലും നവാസിന് അഭിവാദ്യമർപ്പിച്ച് ബോർഡുകൾ ഉയർന്നിരുന്നു. മണ്ഡലത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തങ്ങൾ വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. ഉച്ചയോടെ മണ്ഡലങ്ങൾ ആർക്കൊപ്പം എന്ന ചിത്രം തെളിയുമെന്നാണ് പ്രതീക്ഷ. മുന്നണികൾ ഇതിനകം തന്നെ മധുരപലഹാരങ്ങൾ മുതൽ വാദ്യമേളങ്ങൾ വരെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ.